ഇനി ഒരു 3 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇതൊരു ചെറിയൊരു വാടലായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ ചതച്ചതാണ്. ഇതിലോട്ട് തന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 4 പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയാണ് ഈ ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലോട്ട് മൊത്തത്തിൽ പിടിക്കാനുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റിന് ശേഷം ദാണ്ട് ഇതുപോലെ സവാളയൊക്കെ നല്ല വാടി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ചെറിയ രീതിയിൽ ടൊമാറ്റോ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്